പഠിച്ചാൽ പറഞ്ഞ അനങ്ങിയാൽ പോലും റമദാൻ കിട്ടിയാൽ മതി. റമദാനിൽ കുറേ ചെയ്തിട്ടില്ലെങ്കിൽ പോലും റമദാനിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അമലുഹു മുബാഹ്. റമദാനിലെ ഏത് കാര്യവും തൊട്ടാൽ പൊന്നായി, തൊട്ടാൽ പൊന്നായി. ഒരു റക്കയത്തിന് 1000 റക്കയത്തിന്റെ കൂലി, ഒരു തസ്ബീഹിന് 1000 തസ്ബീഹിന്റെ കൂലി. എന്തിനാണ് ഈ വർദ്ധിത മൂല്യം അല്ലെങ്കിൽ കൂലി കൂടുതൽ? എന്തിനായി? മനുഷ്യന്മാർ ചിലപ്പോഴൊക്കെ തെറ്റിൽ പെട്ടു. അത് പിടുത്തമിട്ട തെറ്റുണ്ടാവും. ബാക്കിയുള്ളവരുടെ വിഷയത്തിലൊക്കെ ഇടപെട്ട് നവീമാൻ പറഞ്ഞ പോലെ ഗീബത്ത് അതൊക്കെ ഉണ്ടാവും. ഇവര് പാപ്പറാവും എന്ന് പറയുന്നത് ഗീബത്തിലും നമീമത്തിലും ഒന്നും പെടാതിരിക്കാനാണ്. അഥവാ പെട്ടുപോയി എന്ന് കരുതുക, കുറെ പറഞ്ഞുപോയി, പിന്നെ ഒരാൾ തൗബ ചെയ്തു. എല്ലാവരോടും പൊരുത്തപ്പെടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. മരിച്ചു പോകാം. ഒമ്പറ ചെയ്ത് തൗബ ചെയ്ത് കഅബന്റെ അടുത്ത് നിന്ന് തവാഫ് ചെയ്ത് തൗബ ചെയ്ത് അവിടുന്ന് മരിച്ചു. അയാളെങ്ങനെ പൊരുത്തപ്പെടിക്കുക? ഒരു റക്കയത്തിന് 1000 റക്കയത്തിന്റെ കൂലിയാണ്. അപ്പൊ ഞാനിപ്പോ ജാബർ മാഷിന് എന്തോ ഗീബത്ത് പറഞ്ഞു, സാന്നിധ്യത്തിലൊക്കെ ഗീബത്താവും. അപ്പൊ ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടില്ല എങ്കിൽ എന്റെ ഒരു റക്കയത്തിന്റെ ആദ്യ അടിസ്ഥാന കൂലി ഉണ്ടാവല്ലോ, അത് മാഷിന് തരും. ഇങ്ങോട്ട് വരുന്നു ഇല്ല. ആ 999 ഉണ്ടല്ലോ, അത് സ്വന്തം അക്കൗണ്ടിൽ തന്നെ അള്ള വെക്കും. ഒരു അപാര കരുണയാണ് അല്ല, വല്ലാത്ത സ്നേഹം. എത്ര നമ്മൾ മാറുമ്പോഴും ഒരു രക്ഷപ്പെടാനുള്ള ഒരു വലിയ വാതിൽ അവിടെ തുറന്നു. അതെ. അതുകൊണ്ടാണ് തെറ്റ് സംഭവിച്ച മനുഷ്യന്മാരുടെ കാര്യത്തിൽ പോലും തെറ്റ് എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിനോട് ഒരു 6 മണിക്കൂറൊക്കെങ്കിലും എഴുതണ്ടെന്ന് പറയുന്നത്. വലതുഭാഗത്തുള്ള മലക്കാണ് ലീഡർ. മൂപ്പര് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടന്നു പോകും. എഴുതണ്ട. ഒരു 6 മണിക്കൂറിനുള്ളിൽ ഒരു ഇസ്തിഗ്ഫാർ തൗബ ഉണ്ടോ നോക്കാം. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെയും തെറ്റ് എഴുതിയെന്ന് വിചാരിക്കാം. എന്നാൽ അയാൾക്ക് വല്ല ദോഷം കൊടുക്കാനുള്ള വകുപ്പ്, ഹൃദയത്തിൽ ടെൻഷൻ, കുടുംബത്തെ ഓർത്തിട്ട്, മക്കളെ ഫീസ് ഓർത്തിട്ട്, എന്താ ചെയ്യുക, കുട്ടീൻ്റെ ഫീസ്